അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, മനോഹരമായ ഒരു കാഴ്ച. ഒരു നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ജന്മദിനത്തിൻ്റെ മാസത്തിനെയും ദിവസത്തിനെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മദ്ഹിൻ്റെ ഈരടികൾക്ക് താളം പിടിച്ച് സ്കൗട്ടിൻ്റെ മനോഹരമായ പ്രകടനമാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹല്ലുകളിലൊക്കെ, നമ്മുടെ നാടുകളിലൊക്കെ ലോകകപ്പിൻ്റെ ഫ്ലക്സുകളൊക്കെ പൊന്തിയപ്പോൾ നമ്മൾ ആക്ഷേപിച്ചിരുന്ന ചെറുപ്പക്കാർ തന്നെയാണ് ഇവരും. നമ്മുടെ നാടുകളിലൊക്കെ പല ഉസ്താദന്മാരും ചിലപ്പോൾ നമ്മുടെ ഫ്ലക്സുകളൊക്കെ കണ്ട് കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. എല്ലാ വിഷയത്തിലും നമ്മുടെ ഈ ചെറുപ്പക്കാർ ആവേശമാണ്. കളിക്കേണ്ടടുത്ത് കളിക്കാനും കാര്യം ചെയ്യേണ്ടടുത്ത് കാര്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനും നമ്മുടെ ചെറുപ്പക്കാർ എല്ലാ വിഷയത്തിലും സജീവമാണ് എന്നതിൻ്റെ തെളിവാണ്. എല്ലാ നാടുകളിലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മൾ നിൽക്കുന്ന മഹലിലൊക്കെ ഇതുപോലെയുള്ള മുതിർന്ന മദ്രസയൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ മദ്ഹിൻ്റെ ഈരടികൾക്ക് ദഫുകളും സ്കൗട്ടുകളും ഒക്കെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എത്ര ഭംഗിയായിരിക്കും. റബീഉൽ അവ്വൽ 12 ഘോഷയാത്രയിൽ പിഞ്ചുപൈതങ്ങൾ ഫ്ലവർ ഷോയും മദ്രസ വിദ്യാർത്ഥികൾ ദഫിലും സ്കൗട്ടിലുമൊക്കെ ഇങ്ങനെ അണിനിരക്കുമ്പോൾ അവർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ ചെറുപ്പക്കാരിങ്ങനെ ഒരേ വേഷത്തിൽ, ഒരേ താളത്തിൽ മദ്ഹ് പാടിയും സ്വലാത്ത് ചൊല്ലിയും നമ്മുടെ കൺകുളിർക്കെ സന്തോഷം പകർന്നു നൽകിക്കൊണ്ടുള്ള ആ ഘോഷയാത്രയുടെ മനോഹരമായ കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും. അല്ലാഹു ഈ ചെറുപ്പക്കാർക്കും അതുപോലെ നമ്മുടെയൊക്കെ നാടുകളിലും മഹല്ലുകളിലുമൊക്കെയുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ഹൃദയത്തിൽ പ്രകടമാക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇതുപോലെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അതിനെ ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനൊക്കെ ഈ മഹബ്ബത്തും നമ്മുടെ ഈ പരിപാടികളുമൊക്കെ അല്ലാഹു കാരണമാക്കി സ്വീകരിക്കട്ടെ. മറ്റൊരു സങ്കടം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോഴുള്ള ചില ആളുകളുടെ അസ്വസ്ഥതയും, നബിദിനം സൂക്ഷിക്കുക, നബിദിനം അനിസ്ലാമികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം പോസ്റ്റുകൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ്.